മാറുന്ന ലോകത്തിനനുസരിച്ച് കേരളത്തിൻ്റെ സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് കേരള ഗവൺമെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപ്രകാരം നമ്മുടെ മാനന്തവാടി മണ്ഡലത്തിലും മാത്രം ഇപ്പോൾ 7, 8, 9 വില്ലേജ് ഓഫീസുകൾ ഈ തരത്തിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. വയനാട് ജില്ലയിലാണെങ്കിൽ നമുക്ക് 20-ലധികം വില്ലേജ് ഓഫീസുകൾ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചു. ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു പൊതു പുരോഗതിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാനും ഒക്കെ സാധിക്കണം എന്നുള്ളതാണ് ഈ ഉദ്ഘാടനത്തിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയേ മതിയാവും. മറ്റു കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്ന ഇന്നിപ്പോൾ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം റവന്യൂ വകുപ്പ് ചെയ്തു തന്നിട്ടുള്ളത്, അത് ഏതായാലും നിങ്ങളോട് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ മാനന്തവാടി മെഡിക്കൽ കോളേജിന് 50 സ്ഥലം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചിരുന്നു. ആ നടപടിക്രമങ്ങളെല്ലാം ഇന്ന് പൂർത്തിയാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. 50 സ്ഥലം മെഡിക്കൽ കോളേജിന് ഏറ്റെടുക്കാനും പകരം 28 ഏക്കർ ഭൂമി, റവന്യൂയുടെ ഭൂമി, ഈ മന്ത്രി കൈകാര്യം ചെയ്യുന്ന റവന്യൂ ഭൂമി 28 ഏക്കർ ഭൂമി റവന്യൂ വകുപ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിട്ടുകൊടുത്തുകൊണ്ടും ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഉത്തരവിറക്കി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അതിവേഗത്തിൽ കൊണ്ടുപോകുന്ന കാര്യമാണ് മന്ത്രി ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത്.